അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ വീഡിയോയിൽ വരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ഞങ്ങളെ UAE ട്രിപ്പുമായിട്ട് അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിരുന്നു. നമ്മൾ അറിയുന്ന ആളുകൾ തന്നെയാണ്, അറിയാത്തവരുണ്ട്. വാട്സപ്പിലും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. മെയിനായിട്ട് നമുക്ക് വേണ്ടത് റീ എൻട്രി ആണ് ഫസ്റ്റ് ഒന്ന്. പിന്നെ അതേപോലെ UAEയിലുള്ള വിസിറ്റ് വിസ. അത് നമ്മുടെ UAEയിലുള്ള ഒരു ടീമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരുന്നോട് പരിചയത്തിലുള്ള. വേണമെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കോൺടാക്ട് നമ്പർ ഞാൻ തരാം. പെരുന്നാളിൻ്റെ ഏകദേശം ഒരു ആഴ്ച മുമ്പ് തന്നെ നമ്മൾ അപ്ലൈ ചെയ്തിരുന്നു. അത് 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ അതാണ് ഒന്നാമത്തത്. പിന്നെ നമുക്ക് ഇവിടുത്തെ റീ എൻട്രി, നേരത്തെ പറഞ്ഞ പോലെ റീ എൻട്രി വേണം. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു വണ്ടിയുള്ള ഒരാൾ എങ്ങനെയായാലും വേണം. അതായത് റെൻ്റേ കാറ് പറ്റില്ല, അതല്ലെങ്കിൽ കമ്പനീൻ്റെ പേരിലുള്ള വണ്ടി പറ്റില്ല. അങ്ങനെയൊക്കെയാണ്. നമ്മുടെ സ്വന്തം പേരിലുള്ള ഒരാളുടെ കീഴിലുള്ള ഒരു വണ്ടി, ഒരു കാറ് വേണം, നിർബന്ധമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ യാത്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 20 മണിക്കൂറത്തെ യാത്ര ഉണ്ട് ജിദ്ദ. ഞങ്ങൾ പോയത് ഏകദേശം ഒരു വെള്ളിയാഴ്ച രാവിലെയാണ്. ഒരു 5:30 രാവിലെ 5:30-5:45 ആയപ്പോൾ വണ്ടി എടുത്തിട്ട് തായിഫ് വഴി റിയാദിലെത്തിയ സമയത്ത് വൈകുന്നേരം 3:30-4 മണി ആയിട്ടുണ്ടാവും. സുലൈ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്, റിയാദിലെ സുലൈയിൽ. അവിടുന്ന് ഒന്ന് നിസ്കരിച്ച് കുളിയൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ, തായിഫിൽ നിർത്തിയിട്ടുണ്ട്. പിന്നെ അതേപോലെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ജുമാക്ക് ഒരു ഉള്ളേരിയ, എന്താ പേര്, സുലൈമാനിയ പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ നിർത്തിയിട്ടുണ്ട്. ഏകദേശം 4 മണിയായപ്പോൾ സുലൈയിലെത്തി. അത് കഴിഞ്ഞതിന് ശേഷം റൂമിൽ ഒന്ന് കയറി കുളിച്ച് ഒന്ന് ഫ്രഷായി. ഏകദേശം നോമ്പുള്ള ദിവസമായിരുന്നു. അപ്പോൾ നോമ്പിറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മലാസിൽ പോയി. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരുപാട് ആളുകളെ കണ്ടു. രാത്രി റിയാദിൽ നിന്ന് ഞങ്ങൾ വണ്ടി എടുക്കുന്നത് 2:30 മണിക്കാണ്. 2:30 മണിക്ക് വണ്ടി എടുത്തിട്ട് അവിടുന്ന് ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. 2:30 ആയപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അൽഖർജിലെത്തി. അൽഖർജിൽ 1 മണിക്കൂർ വെയിറ്റ് ചെയ്തു. വെയിറ്റിംഗ് ഉണ്ടായിരുന്നു, 1-2 ആളുകളെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കണ്ടു. പിന്നെ ഏകദേശം ഞങ്ങൾ ബോർഡറിൽ എത്തിയ സമയത്ത് രാവിലെ 10 മണിയായിരുന്നു. ബോർഡറിലെ കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് കൗണ്ടറിൽ ഒരു 4-5 കൗണ്ടറുകളുണ്ട് ഗ്യാപ്പിട്ടുകാണ്ട്. അപ്പോൾ ഫസ്റ്റ് കൗണ്ടറിൽ നമ്മളെ വണ്ടി ആരുടെ പേരിലാണോ അവരെ ഇഖാമ, അതേപോലെ തന്നെ കാറിൻ്റെ ഇസ്തിമാറ, പാസ്പോർട്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവരെന്ത് ചെയ്ത് അവർക്ക് കൊടുത്തു. അവരൊരു പ്രിൻ്റ് ഔട്ട്, ഒരു സ്ലിപ്പ് വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 2ാമത്തെ കൗണ്ടറിലേക്ക് പോയി. 2ാമത്തെ കൗണ്ടറിൽ എന്താണ്, എല്ലാവരുടെ പാസ്പോർട്ടും, ഞങ്ങൾ 3 ആളുകളാണ് ഉണ്ടായിരുന്നത്, 3 ആളുകളുടെയും പാസ്പോർട്ട് കൊടുത്തു. അവിടുന്ന് അവർ 3 സ്ലിപ്പ് തന്നു. ചെറിയൊരു സ്ലിപ്പാണ്, ഏകദേശം ഇത്ര വലുപ്പമുള്ള ചെറിയൊരു സ്ലിപ്പ് തന്നു. പിന്നെ നമ്മൾ എന്താണ്, അടുത്ത കൗണ്ടറിൽ പോയിട്ട് ഒക്കെ വണ്ടിയിൽ ഇരുന്ന് കാണാണ്ട്, നമുക്ക് പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല, ഒക്കെ വണ്ടിയിൽ ഇരുന്ന് കാണി ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ 3ാമത്തെ കൗണ്ടറിൽ പോയപ്പോൾ നമ്മളെ പാസ്പോർട്ടും അതേപോലെ തന്നെ ആ സ്ലിപ്പും കൊടുത്തു. അപ്പോൾ അവരെന്ത് ചെയ്തു, പാസ്പോർട്ട് തിരിച്ചു തന്നു, ആ സ്ലിപ്പ് അവിടെ വാങ്ങി വെച്ചു. പിന്നെ നെക്സ്റ്റ് ഇമിഗ്രേഷനാണ്. നമ്മൾ സാധാരണ എയർപോർട്ടിലുള്ള എല്ലാ പ്രൊസീജിയറും അവിടെ ഉണ്ട്. നമ്മളെ ഫിംഗർ പ്രിന്റ്, അതൊക്കെ എല്ലാ പ്രൊസീജിയറും അവിടുന്നാണ് നമ്മൾ സ്റ്റാമ്പ് ചെയ്യൽ. നമ്മളെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യൽ അവിടുന്നാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും, നമ്മൾ പുറത്തിറങ്ങി വണ്ടിയിൽ കയറിയിട്ട് അവിടുന്ന് മാത്രമാണ് നമുക്ക് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങേണ്ട ആവശ്യം. പിന്നെ വണ്ടിയിൽ കയറിയിട്ട് പിന്നെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വേറൊരു കൗണ്ടർ ഉണ്ട്. ആ കൗണ്ടറല്ല, വണ്ടി സ്കാൻ ചെയ്യുന്ന ഏരിയയാണ്. വണ്ടി ഇറങ്ങേണ്ട ആവശ്യമില്ല, നമ്മൾ ഫുള്ളായിട്ട് സ്കാൻ ചെയ്യും. വണ്ടി ഒരു തീക്കാണ് കയറ്റിയിട്ട് ഫുള്ളായിട്ട് സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ഒക്കെ ഓക്കെ ആണെങ്കിൽ അവർ ഡിക്കിയൊക്കെ തുറന്നു നോക്കും കേട്ടോ. ബാക്കിൽ ഡിക്കി മറ്റുള്ളതൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഡിക്കിയൊക്കെ തുറന്നു നോക്കും. ഇപ്പോൾ കൂടുതൽ സംശയങ്ങളുണ്ട്, നമ്മളൊക്കെ ഇറക്കി ചെക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട്. ഞങ്ങളെ ചെക്ക് ചെയ്തിട്ടില്ല, പക്ഷെ ചില ആളുകളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് കൗണ്ടറിലാണ് വണ്ടിന്റെ ഇൻഷുറൻസ്, UAE ഇൻഷുറൻസ്. അപ്പൊ ഇൻഷുറൻസ് എടുക്കേണ്ടത് 210 ദിർഹംസ് കൊടുത്തിട്ടാണ്. 210 ദിർഹംസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ATM കാർഡ് വെച്ചുകൊണ്ട് പേയ്മെന്റ് ചെയ്യണം.
ക്യാഷ്ലെസ് പേയ്മെൻ്റ് ആണ്. അപ്പോൾ ATM കാർഡ് നിർബന്ധമാണ്. അപ്പോൾ നമ്മളെ സൗദിയിലുള്ള ഞാൻ എൻ്റെ സൗദിയിലുള്ള കാർഡ് വെച്ചുകൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പേയ്മെൻറ്റ് ചെയ്തു. അതോട് കൂടിയാണ്ട് ബോർഡറിലുള്ള പ്രൊസീജിയർ കഴിഞ്ഞു. 10 മണിക്ക് ബോർഡറിലെത്തി. ഏകദേശം 11 മണിയായപ്പോൾ ബോർഡറിലുള്ള സകല പ്രൊസീജിയറും കഴിഞ്ഞു. പെരുന്നാളിൻ്റെ ടൈം ആയതുകൊണ്ടാണ് കേട്ടോ 1 മണിക്കൂറൊക്കെ എടുത്തത്. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു UAE-യിലേക്ക്. അപ്പോൾ 11 മണിയാക്കുമ്പോൾ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു. അബുദാബിയിൽ ഹംദാൻ സ്ട്രീറ്റിലായിരുന്നു ഞങ്ങളെ റൂം ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 4 മണിയായപ്പോൾ ഞങ്ങൾ ഹംദാൻ സ്ട്രീറ്റിലെത്തി. അതിന് മുന്നോടിയായിട്ട് ഞങ്ങൾ നിസ്കരിക്കാനും മറ്റുള്ളതിനൊക്കെ ആയിട്ട് ഏകദേശം 1 മണിക്കൂർ ഞങ്ങൾ നിർത്തിയിരുന്നു ഈ ബോർഡർ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജിദ്ദ ടു UAE ട്രിപ്പിലുള്ള ഒരു ടൈമിങ്ങും പിന്നെ അതേപോലെ തന്നെ പ്രൊസീജിയർ ഉള്ളത്. എന്തെങ്കിലും കാര്യങ്ങളും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ പറയാവുന്നതാണ്. ഒരുപാട് ആളുകൾ യാത്ര ചെയ്തതാണ്, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്, നമ്മോട് കുറച്ച് ആളുകൾ ചോദിച്ചപ്പോൾ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.